ഡൽഹി തിളച്ചു മറിയുകയാണ്. BJPയുടെ കൈകളിലേക്ക് ആം ആദ്മിയുടെ അന്ത്യവുമാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJP 27 വർഷം കഴിഞ്ഞാണ് ആ ഡൽഹിയിലേക്ക് തിരിച്ചു വരുന്നത്. ഇന്ദ്രപ്രസ്ഥം പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ഈ സർവേകളിലെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ BJPയുടെ മുന്നേറ്റമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ ഒരു പരാജയത്തിൽ ഞെട്ടിയിരിക്കുകയാണ് AAPയുടെ നേതൃത്വം. കാരണം 2013 ആ പാർട്ടി ആദ്യമായി അവിടെ മത്സരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അന്ന് 28 സീറ്റോടെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് അന്ന് കോൺഗ്രസിൻ്റെ തന്നെ പിന്തുണയോടുകൂടിയാണ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായി വരുന്നത്. പിന്നീട് ആ രണ്ട് സഖ്യവും വേർപിരിഞ്ഞ പശ്ചാത്തലത്തിൽ 2015 ഇലക്ഷൻ വരുമ്പോൾ BJP വെറും 3 സീറ്റും AAP 67ലേക്ക് ഉയർന്നു പോവുകയും കോൺഗ്രസ് 0ലേക്ക് വീഴുകയും ചെയ്തു. 2020 ആകുമ്പോഴേക്കും വീണ്ടും അത് ആവർത്തിക്കുകയാണ്. 62 സീറ്റ് AAPയും 8 സീറ്റ് BJPക്ക് മാത്രം ഒതുങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നു ഇനി തുടർച്ചയായി തന്നെ ഒരു 10-20 കൊല്ലത്തോളം അവിടെ AAP മാത്രം കാണുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഘട്ടത്തിലാണ് അങ്ങനെ ഒരു ലക്ഷ്യം വന്നത്. AAPക്ക് ഇന്ത്യ മുഴുവൻ വളരണമെന്ന ചിന്ത വരികയും അവർ ഈ ഗോവയും അതോടൊപ്പം തന്നെ ഗുജറാത്തിലേക്കെല്ലാം കടന്നു കയറാനുള്ള ശ്രമത്തിൻ്റെ ഫലമായി വലിയ രീതിയിലുള്ള ഫണ്ട് കളക്ട് ചെയ്യാൻ ആരംഭിച്ചത്. അതായിരുന്നു AAPയുടെ ആദ്യത്തെ പരാജയം. അങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിലായിരുന്നു അന്ന് മദ്യനയ അഴിമതി കേസും ആ ഫണ്ട് ഗോവ തെരഞ്ഞെടുപ്പിലേക്ക് മാറ്റുന്നതെല്ലാം അവസ്ഥയുണ്ടാകുന്നത്. പിന്നീട് അത് BJP കൃത്യമായി തന്നെ മുതലെടുക്കുകയും ആ AAPയുടെ പ്രധാന നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. കെജ്രിവാൾ, സിസോദിയയും സഞ്ജയ് സിംഗും അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളെയും ജയിലിലടച്ചതിന് ശേഷം അവർ തന്നെ കെജ്രിവാൾ തന്നെ മാനസികമായി തളരുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ AAPയുടെ പരാജയമുണ്ടായത്. അന്ന് അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ വലിയ അഴിമതിക്കെതിരെ പ്രക്ഷോഭം ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ ഈ പാർട്ടി വളർന്നു വന്നത്. പിന്നീട് ജനങ്ങൾ തന്നെ ചിന്തിച്ചു, അഴിമതിക്കെതിരെ വളർന്നു വരുന്ന ഒരു പാർട്ടി അഴിമതിയുടെ പുരളുന്ന ഒരു പാർട്ടിയായി മാറുന്നതുണ്ടായിരുന്നു. എന്തായാലും BJPക്ക് തുടർച്ചയായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 400-ലധികം സീറ്റായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ആ പ്രതീക്ഷയിൽ നിന്നും കൂപ്പുകുത്തി 240ലേക്ക് വീഴുന്നതിന് പിന്നാലെ അവർ പാഠങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്താണ് പരാജയത്തിന് കാരണമായതെന്ന് പാഠം പഠിച്ചാണ് പിന്നീടുള്ള എല്ലാ ഇലക്ഷനും അവർ മുന്നോട്ട് പോകുന്നത്. ഹരിയാനയിലായാലും മഹാരാഷ്ട്രയിലായാലും ഡൽഹിയിലായാലും എല്ലാം വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നത് ഈ പാഠം ഉൾക്കൊണ്ടതാണ്. അപ്പോഴേക്കും മറ്റൊരു സംസ്ഥാനമുണ്ട് ദയനീയമായി പരാജയപ്പെട്ടത്, അത് ജാർഖണ്ഡായിരുന്നു. ജാർഖണ്ഡിലും ഇത്തരത്തിൽ വലിയ പ്രതീക്ഷയോടെയാണ് BJP മുന്നോട്ട് പോയത്. ആ സംസ്ഥാനം പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോയിട്ട് അവിടെ പരാജയപ്പെട്ട ഒരവസ്ഥയുണ്ട്. എന്നാലും ബാക്കി പ്രധാനപ്പെട്ട 3 സംസ്ഥാനങ്ങളിലും അവർക്ക് നേടാൻ കഴിഞ്ഞത് ഇനിയുള്ള തിരഞ്ഞെടുപ്പ്, ഇനി ബീഹാറുണ്ട്. ബീഹാർ കഴിയുമ്പോൾ തന്നെ ആസാമും കേരളത്തിലേക്കും കടക്കുകയാണ്. ഈ ആസാമിൽ എന്തായാലും BJPക്ക് തന്നെയാണ് മുൻതൂക്കം. പക്ഷെ കേരളത്തിലേക്കെല്ലാം വരുമ്പോൾ ഈ വിജയങ്ങൾ അവർക്ക് കൂടുതൽ കരുത്ത് നൽകും. ഈ എല്ലാ കാലത്തും ഡൽഹി BJPയെ ലോക്സഭയിൽ പിന്തുണയ്ക്കുമ്പോഴും 27 വർഷം മുൻപാണ് അവസാനമായി അവിടെ ഒരു BJPയുടെ മുഖ്യമന്ത്രി ഉണ്ടാകുന്നത്. അതിനുശേഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഷീലാ ദീക്ഷിത് 15 കൊല്ലം ഭരിക്കുന്നു. ഷീലാ ദീക്ഷിത്തിന് ശേഷം കെജ്രിവാൾ വരുന്നു, അവസാന ഘട്ടത്തിൽ അതിഷി വരുന്നു. ഇനി എന്തായാലും BJPയുടെ മുഖ്യമന്ത്രിക്കാണ് അവിടെ സാധ്യത. കോൺഗ്രസ് പലപ്പോഴും നാം കേരളത്തിലെല്ലാം ആ രീതിയിൽ കേൾക്കുന്നുണ്ടല്ലോ, ഈ പരമാവധി CPMലെ വളർത്തി എത്തിച്ചിട്ട് ആ പാർട്ടിയെ തകർക്കുക എന്ന രീതി, അതായിരുന്നു BJP അവിടെ നടപ്പിലാക്കിയതെന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പറയുന്നത്. കാരണം കോൺഗ്രസിനെ അവിടെ പരാജയപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ മുസ്ലിം വോട്ട് ബാങ്ക് ഒന്നടങ്കം തന്നെ ഈ കോൺഗ്രസിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ മുസ്ലിം വോട്ട് ബാങ്കിനെ എല്ലാം ഈ AAPയിലേക്ക് അടുപ്പിക്കുകയും അതിനുശേഷം ഈ മുസ്ലിം വോട്ടുകൾ രണ്ടായി സ്പ്ലിറ്റായത് ഈ പരാജയത്തിന് ഒരു കാരണമായിട്ടുണ്ട്. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം 2015 3 സീറ്റും പിന്നീട് 2020 8 സീറ്റും ഇപ്പോൾ 40ലേക്ക് വർദ്ധിപ്പിക്കാൻ അതെ BJP 8ൽ നിന്ന് 40ലേക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ 2014 ശേഷം എല്ലാ സംസ്ഥാനങ്ങളും പിടിച്ചടക്കുമ്പോഴേക്കും ഡൽഹി മാത്രം പിടിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ വലിയ മാറ്റം വന്നു. അതൊരു മോദിയുടെ വിജയം കൂടിയായി കണക്കാക്കുന്നുണ്ട്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലെല്ലാം നരേന്ദ്രമോദി നേരിട്ടിറങ്ങുന്ന ഒരു സാഹചര്യമില്ലായിരുന്നു. ഈ
ഹരിയാനയിൽ പലരും ചോദിച്ചു നീ മോദി എവിടെയായിരുന്നു എന്നത്. കാരണം അവിടുത്തെ പ്രാദേശിക നേതാക്കളെ ഉയർത്തിക്കാട്ടിയായിരുന്നു അവിടെ പ്രചരണം നടത്തിയിരുന്നത്. പക്ഷേ ഈ സ്ഥലത്ത് ഡൽഹിയിൽ പ്രാദേശിക നേതാക്കളെ ഉയർത്തിക്കാട്ടാൻ കൃത്യമായ മുഖമില്ല. കെജ്രിവാളിന് പകരമായി ഇപ്പോൾ തന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങാനുള്ള മുഖമില്ലാത്തത് കൊണ്ട് നരേന്ദ്രമോദി തന്നെ നേരിട്ടിറങ്ങുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ചേരി പ്രദേശങ്ങളാണ് അവിടെ ആരാണ് വിജയിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ആ ചേരി പ്രദേശങ്ങളിലായിരിക്കും ഈ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്നത്. ആ സാധാരണക്കാരായിരുന്നു ഇത്രയും നാൾ AAPയുടെ വോട്ട് ബാങ്ക്. അവർക്ക് സൗജന്യം നൽകുക, സൗജന്യ ജലം, സൗജന്യ വിദ്യാഭ്യാസം, സൗജന്യ യാത്ര, അതോടൊപ്പം തന്നെ ചികിത്സാ സൗകര്യങ്ങൾ, അങ്ങനെ നിർണായകമായ പല ജനങ്ങൾക്ക് സഹായങ്ങൾ നൽകുന്നതിലൂടെ വർഷങ്ങളായി തന്നെ 10-12 വർഷമായി AAPയോടൊപ്പം നിന്ന ആ വോട്ട് ബാങ്കിനെ പൂർണ്ണമായി തന്നെ RSSന്റെ സഹായത്തോടു കൂടിയാണ് BJP പിടിച്ചെടുക്കുന്നത്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ RSSന്റെ നേതൃത്വത്തിൽ ഈ ചേരികൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടന്നത്. അതിനുശേഷമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, ഈ ബഡ്ജറ്റിൽ മിഡിൽ ക്ലാസ്സിനെ ലക്ഷ്യമിട്ട് 12 ഈ നികുതി ഇളവ് സംഭവിച്ചിട്ടുണ്ട്. അത് ഈ മിഡിൽ ക്ലാസ്സിനെ വലിയ രീതിയിൽ ഈ BJPയോട് അടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 40-ലേക്കെല്ലാം പോയത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു തൂക്ക് സഭയ്ക്കുള്ള സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഈ BJPക്ക് ഒരു 30-28 സീറ്റ് മാത്രമായിരുന്നു കിട്ടാനുള്ള സാധ്യത. ഇപ്പോൾ ചേരി പ്രദേശത്തെയും അതോടൊപ്പം തന്നെ മിഡിൽ ക്ലാസ്സിനെയും പൂർണ്ണമായി തന്നെ BJPയോട് അടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മൃദു ഹിന്ദുത്വയുടെ പരിപാടികൾ നരേന്ദ്രമോദി എല്ലാ കാലത്തും നടപ്പിലാക്കിയിട്ടുണ്ട്. അത് 2019 നാം കണ്ടതാണ്. അദ്ദേഹം അന്ന് കേദാർനാഥിൽ പോയി തപസ്സിരിക്കുന്നത് ഉണ്ടായിരുന്നു. 2024 അത് വിവേകാനന്ദ പാറയിൽ പോയിരുന്നു തപസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം. ഇപ്പോൾ ഏറ്റവും അവസാനം ഡൽഹി തെരഞ്ഞെടുപ്പിന് അദ്ദേഹം കുംഭമേളയിൽ പങ്കെടുത്തിരിക്കുകയാണ്. കാരണം ഒരു 3-4 ആഴ്ചയായി കുംഭമേള തുടരുകയാണ്. പക്ഷെ ആ കൃത്യമായ സമയത്ത് തന്നെ ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ മണിക്കൂറുകളിൽ തന്നെയാണ് അദ്ദേഹം അവിടെ കുംഭമേളയിൽ RSS നീക്കമാണ് അതിന്റെ. അതെ, ആ കൃത്യമായി തന്നെ ആ സ്ഥലത്തെത്തി കുംഭമേളയിൽ പങ്കെടുത്തതിലൂടെ അദ്ദേഹം സന്ദേശം നൽകുകയാണ്. ഹിന്ദുത്വ വോട്ടുകൾക്ക് തങ്ങൾക്ക് അനുകൂലമായി മാറ്റാനുള്ള ഒരു സന്ദേശം നൽകുകയാണ്. പക്ഷെ ആ ഹിന്ദുത്വ ഉയർത്തിയായിരുന്നു ഇത്രയും നാൾ കെജ്രിവാൾ BJPക്കെതിരെ രംഗത്ത് വന്നത്. കാരണം 2020 തെരഞ്ഞെടുപ്പിന് പിന്നാലെ അദ്ദേഹം ആദ്യം സന്ദർശിക്കുന്നത് അവിടുത്തെ ഡൽഹിയിലെ ഹനുമാൻ മന്ദിറാണ്. അങ്ങനെ BJPയുടെ രാമനെ ഉയർത്തുമ്പോൾ കെജ്രിവാൾ ഉയർത്തിക്കൊണ്ടിരുന്ന ഹനുമാനെയാണ്. ആ കെജ്രിവാളിന്റെ ഹനുമാൻ സേവ വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം വിജയിക്കുമ്പോഴും അതിനു മുമ്പുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഹനുമാനുമായി ബന്ധപ്പെട്ടാണല്ലോ. ഇതേ അവസരത്തിൽ തന്നെ ഹിന്ദുത്വം ഇത് പറയുമ്പോൾ തന്നെ മുസ്ലിം ന്യൂനപക്ഷം ഏരിയയിൽ പോലും BJP അല്പം മുന്നേറ്റം ഉണ്ടാക്കി എന്ന് കാണുന്നു. കാരണം പല ഇമാമുമാരും ഉൾപ്പെടെയുള്ളവർ ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം BJPക്കാണ് വോട്ട് ചെയ്തതെന്ന രീതിയിലേക്കുള്ള അത് ഇപ്പോൾ BJP തുടർച്ചയായി തന്നെ പല സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വന്നതിന് പിന്നാലെ അവർ ഈ ഹിന്ദുത്വയിൽ കുറച്ച് വിട്ടുവീഴ്ച ചെയ്തിട്ട് വികസനമാണല്ലോ 2024 നാം തെരഞ്ഞെടുപ്പ് നോക്കിയാൽ തന്നെ അറിയാം, വികസനം മുൻനിർത്തിയാണ് ഇപ്പോൾ അവരുടെ വികസനം. മാത്രമല്ല ഇവർ ആദ്മി എന്തെല്ലാം തരത്തിലുള്ള ഇത് ഈ സൗജന്യ പെരുമഴ നൽകിയോ അതൊക്കെ തുടരും. പലതും അധികമായിട്ട് നൽകുമെന്നും പറയുന്നുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ AAP ഇത്തരം സൗജന്യങ്ങൾ നൽകുന്നു എന്ന് AAP വിമർശിച്ചായിരുന്ന പാർട്ടിയാണ് BJP. പക്ഷെ അവർക്ക് മനസ്സിലായി ഇനി ഈ സൗജന്യം കൊണ്ടേ പാർട്ടിയെ തകർക്കാൻ കഴിയുള്ളൂ, തകർക്കാൻ കഴിയുകയുള്ളൂ, അതോടൊപ്പം തന്നെ ഡൽഹിയിൽ അധികാരത്തിൽ വരാൻ കഴിയുമെന്ന് ഇവർ തിരിച്ചറിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ദക്ഷിണേന്ത്യയിലും അത് പ്രയോഗിക്കും കേട്ടോ. കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ. തമിഴ്നാട്ടിൽ പിന്നെ സൗജന്യ പെരുമഴയുടെ അങ്ങേയറ്റമാണ്. അതിനോട് പകരം എത്താൻ കഴിയുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അത്രയും DMK ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഇനി എന്താ കൊടുക്കാനാവും? ഒരു കുടുംബത്തിന് വേണ്ടത് മുഴുവൻ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സാറ് സൂചിപ്പിച്ചതുപോലെ ഇനി ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യ മുഴുവൻ പൂർത്തിയായിട്ടുണ്ട്. ഇനി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ദക്ഷിണേന്ത്യ ആയിരിക്കും. പഞ്ചാബ് ഇവർക്ക് തിരിച്ചു പിടിക്കണം. അല്ല, പഞ്ചാബിൽ അവർക്ക് BJPക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയില്ല. അവർക്ക് അങ്ങനെ സ്വാധീനം ഉണ്ടാക്കുകയാണെങ്കിൽ അവിടുത്തെ മുൻ ഒരു പാർട്ടിയുണ്ട്, ശിരോമണി അകാലിദളിലൂടെയാണ് അവിടെ BJP തുടർച്ചയായി തന്നെ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ ഒരു ചെറിയ പാർട്ടി മാത്രമാണ്. കേരളത്തിന്റെ അത്ര പോലും സ്വാധീനമില്ലാത്ത, വോട്ടിംഗ് ഷെയർ ഇല്ലാത്തൊരു പാർട്ടിയാണ് പഞ്ചാബിൽ BJP. അത് ശിരോമണി അകാലിദളിന്റെ പിന്തുണയോട് കൂടിയായിരുന്നു അന്ന് അവിടെ അധികാരത്തിലിരുന്നത്.
ഇനിയൊരു പുതിയ സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ആ പാർട്ടിയുമായി സഖ്യത്തിൽ ചേർന്ന് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം ദക്ഷിണേന്ത്യയിലേക്കാണ് നോക്കേണ്ടുള്ളത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഇനി പിടിക്കുക എന്നതായിരിക്കും BJPയുടെ ലക്ഷ്യം. അതിൽ ആദ്യത്തെ തെലങ്കാന ആയിരിക്കും. അതിനുശേഷം കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും ആയിരിക്കും BJPയുടെ കടമ്പ. കാരണം 27 വർഷമായി തങ്ങളുടെ കയ്യിൽ പിടിയിലില്ലായിരുന്ന ഡൽഹി വരെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലക്ഷ്യം പശ്ചിമ ബംഗാളും കേരളവും തെലങ്കാനയും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മാത്രം ചുരുങ്ങാനാണ് അവരുടെ സാധ്യത. കാരണം ചുരുങ്ങി വരികയാണ്. അവർക്ക് ഇനി എത്തിപ്പിടിക്കാനുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം ചുരുങ്ങി വരികയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇത് ഏറ്റവും സാധ്യതയുള്ള 2 സംസ്ഥാനം ഒന്ന് തെലങ്കാനയും കേരളവുമായിരിക്കും. കേരളത്തിലും ആ മാറ്റം പെട്ടെന്ന് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.